ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അലൻ 7. ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നായ ബാംഗ്ലൂരു പാലസിലോട്ടാണ് കേട്ടോ. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരു പാലസിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും പിന്നെ അവിടുത്തെ ടിക്കറ്റ് റേറ്റും എല്ലാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അത് നമ്മൾ ഈ വീഡിയോന് വളരെ ഒരു ഹെൽപ്പായിരിക്കും കേട്ടോ. ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചീപ്പും കംഫർട്ടബിളും ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനാണ് കേട്ടോ ബസ്. അതും ഒരു AC ബസ്സിലാണ് ഞാൻ വന്നത്. അതിന് വെറും 40 രൂപയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ഞാനൊരു റാപ്പിഡോ വിളിച്ചു. റാപ്പിഡോ എന്ന് വെച്ചാൽ ഒരു ബൈക്ക് ടാക്സിയാണ് കേട്ടോ. ഇത് ഒരുവിധം സിറ്റിയിലൊക്കെ വന്നു, എന്നാലും ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും ഇപ്പോൾ എത്തുന്നേ ഉള്ളൂ. അങ്ങനെ ഫൈനലി നമ്മുടെ ബാംഗ്ലൂർ പാലസിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ വളരെയധികം തിരക്കാണ് കണ്ടത്. നമ്മൾ വന്നത് ഒരു സൺഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേയധികം സ്റ്റുഡൻസും എല്ലാവരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ ഒരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ എൻട്രി തന്നെ ടിക്കറ്റ് എല്ലാം കിട്ടും. ഇംഗ്ലീഷ് രാജകീയ ശൈലിയിൽ നിർമ്മിച്ച ഈ പാലസ് കാണാൻ ഏകദേശം ഒരു യൂറോപ്യൻ കൊട്ടാരത്തിലെത്തിയ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. ബാംഗ്ലൂരു പാലസ് നിർമ്മിച്ചത് വോഡിയാർ രാജവംശമാണ്. 1870-കളിൽ ആരംഭിച്ച നിർമ്മാണം പിന്നീട് രാജകുടുംബത്തിൻ്റെ പ്രധാന വസതിയായി മാറി. ടിക്കറ്റ് റേറ്റ് ഇന്ത്യക്കാർക്ക് 300 രൂപയും വിദേശീയർക്ക് 500 രൂപയുമാണ് കേട്ടോ. വെറും ക്യാഷ് പേയ്മെൻറ്റും കാർഡ് പേയ്മെൻറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. നിങ്ങൾ വരുമ്പോൾ ക്യാഷോ അല്ലെങ്കിൽ കാർഡോ എടുത്തു വരാൻ ശ്രദ്ധിക്കുക. കയറി ചെല്ലുമ്പോൾ തന്നെ അതിമനോഹരമായ ഒരു വുഡൻ റൂഫ് ടോപ്പൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക. ഈ പാലസിൻ്റെ ഡിസൈന് ഇംഗ്ലണ്ടിലെ വിൻസർ കാസിലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഈ കാണുന്ന ഭാഷകളിലെല്ലാം നമുക്ക് ഗൈഡുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗൈഡുകളെ സമീപിക്കാം. പാലസിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിക്കൊക്കെ കുറച്ച് നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികം ഒന്നും പകർത്താൻ സാധിച്ചില്ല കേട്ടോ. ട്യൂണ്ടർ സ്റ്റൈൽ ആർക്കിടെക്ചർ, മരപ്പണികൾ, മനോഹരമായ വളഞ്ഞ പടികൾ, രാജാക്കന്മാരുടെ പഴയ ചിത്രങ്ങൾ, ഫർണിച്ചർ, ആയുധങ്ങൾ തുടങ്ങിയവ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇതുകൂടാണ്ട് ഇനിയും കുറേ അധികം കാണാനുണ്ട് കേട്ടോ. പക്ഷേ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ ഉള്ളിൽ ലിമിറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങി പുറത്തിലത്തെ കാഴ്ചകൾ പകർത്താൻ നോക്കി. വീക്കെൻഡിലെല്ലാം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അപ്പം നിങ്ങൾ മിക്കവാറും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ദിവസങ്ങളിൽ വരികയായിരിക്കും കേട്ടോ നല്ലത്. അതും പറ്റുകയാണെങ്കിൽ രാവിലെ നേരത്തെ എത്തുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ. മലയാളത്തിലെ കുറേ അധികം സിനിമകളുടെ ലൊക്കേഷനായിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ് ഇത് കേട്ടോ. ആ സിനിമകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുറത്ത് പഴയ കാലത്ത് യൂസ് ചെയ്യുന്ന ഒരു പീരങ്കിയൊക്കെ നിൽക്കുന്നത് കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അതിനുശേഷം പുറത്ത് കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ വെയിലിൻ്റെ കാഠിന്യം കാരണം ഞാൻ കുറച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പാലസിൻ്റെ ചുറ്റും വലിയൊരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പലപ്പോഴും ഷൂട്ടിങ്ങും കൺസേർട്ടും കുറേ പരിപാടികളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. എവിടെ ക്യാമറ വെച്ചാലും നല്ല നല്ല ഫ്രെയിമുകളാണ് കേട്ടോ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോഷൂട്ടിനായിട്ടൊക്കെ വരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്പോട്ട് തന്നെയാണ് ഇത് കേട്ടോ. ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്തൊരു സ്പോട്ടാണ് കേട്ടോ ബാംഗ്ലൂരു പാലസ്. ചരിത്രവും ആർക്കിടെക്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ സ്പോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ആ പാർക്കിലത്തെ ഓരോ വിഷ്വൽസ് വാർത്തിക്കൊണ്ട് നടന്നു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.